Hi dear friends, welcome to Learned by SHK. എല്ലാവർക്കും Learned by SHK എന്ന ഈ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. So Microsoft finally released Windows 11 on October 5th. Microsoft Windows 11ൻ്റെ ഒഫീഷ്യൽ വേർഷൻ ഒക്ടോബർ 5-ന് റിലീസ് ചെയ്തിരിക്കുകയാണ്. So now let's see how we can upgrade our Windows 10 OS to Windows 11. അപ്പോൾ നമ്മൾ Windows 10 OS എങ്ങനെയാണ് നമുക്ക് Windows 11ലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. So the first thing we have to do is we have to go to this official Microsoft web page. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഒഫീഷ്യൽ മൈക്രോസോഫ്റ്റ് വെബ് പേജ്, ഇപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്യുന്ന ഒഫീഷ്യൽ മൈക്രോസോഫ്റ്റ് വെബ് പേജിലേക്ക് പോകണം. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്: വിൻഡോസ് 11 ഡൗൺലോഡ് അസിസ്റ്റൻറ്റ്, ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാളേഷൻ അസിസ്റ്റൻറ്റ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. സോ വി ഹാവ് ടു ടൈപ്പ് ഇൻ ഗൂഗിൾ വിൻഡോസ് 11 ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ അസിസ്റ്റൻറ്റ്. So you can see there is one page there. So if you click on that one, first link itself, that page will get open. അപ്പോൾ നിങ്ങൾ ഈ സെർച്ചിൽ ഫസ്റ്റ് വരുന്ന ആ ലിങ്കിൽ, മൈക്രോസോഫ്റ്റിൻ്റെ പേജിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. So in this page there are three type. We can select three options from this page. Okay, so ഈ പേജിൽ നിന്ന് നമുക്ക് 3 ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. So the first one is to download and install installation assistant in our PC. Then we will check the PC health and requirement. Then we will try to upgrade. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് ഇൻസ്റ്റാളേഷൻ അസിസ്റ്റൻറ്റ് നമ്മൾ പി സിയിലേക്ക് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഹെൽത്ത്, നമ്മൾ പി സിയുടെ ഹെൽത്തും റിക്വയർമെൻറ്റും ചെക്ക് ചെയ്തിട്ട് അതിൽ വിൻഡോസ് 11 അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ വി ക്യാൻ സി ഹിയർ ദ സിസ്റ്റം റിക്വയർമെൻറ്റ്സ് ആർ ദർ. പി സി ഹെൽത്ത് ചെക്ക് ആപ്പ്, ദർ ഇസ് വൺ ആപ്പ്. ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. സിസ്റ്റം റിക്വയർമെൻറ്റ് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ പി സി ഹെൽത്ത് ചെക്ക് ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് പി സിയിൽ പി സി കമ്പാറ്റബിൾ ആണോ എന്ന് നോക്കാവുന്നതാണ്. സോ ഐ ഡൗൺലോഡഡ് ദ വിൻഡോസ് 11 ഇൻസ്റ്റാളേഷൻ അസിസ്റ്റൻറ്റ് നൗ. സോ ലെറ്റ്സ് റൺ ഇറ്റ്. അപ്പോൾ ഞാൻ വിൻഡോസ് 11 ഇൻസ്റ്റാളേഷൻ അസിസ്റ്റൻറ്റ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ വരുന്നത് യൂസ് ദ പി സി ഹെൽത്ത് ചെക്ക് ആപ്പ് ടു ചെക്ക് ദ കമ്പാറ്റബിലിറ്റി. നമ്മൾ പി സി ഹെൽത്ത് ചെക്ക് ആപ്പ് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ പി സിയുടെ കമ്പാറ്റബിലിറ്റി നോക്കുവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സോ ലെറ്റ്സ് ഡൗൺലോഡ് പി സി ഹെൽത്ത് ചെക്ക് ആപ്പ് ഫ്രം മൈക്രോസോഫ്റ്റ് വെബ്സൈറ്റ്. അപ്പോൾ നമുക്ക് മൈക്രോസോഫ്റ്റ് വെബ്സൈറ്റിൽ നിന്നും പി സി ഹെൽത്ത് ചെക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് പി സി ഹെൽത്ത് ചെക്ക് ആപ്പ് എന്ന് പറയുന്ന ലിങ്ക് ഉണ്ട്. അതിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആപ്പ് നമ്മുടെ പി സിയിലേക്ക് ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇഫ് യു ക്ലിക്ക് ഓൺ ദറ്റ് ലിങ്ക് ഫോർ ഡൗൺലോഡ് പി സി ഹെൽത്ത് ചെക്ക് ആപ്പ്, ഇറ്റ് വിൽ ഡൗൺലോഡ് ദി setup file to our PC. So it's downloading it now. Let's click on that. അപ്പോൾ അത് നമ്മൾ പി സിയിലേക്ക് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ exe ഒന്ന് റൺ ചെയ്യാം. Okay, so now the PC health check app is opening. I'm sure my PC will not meet the requirement. Let's see anyway. എൻ്റെ പി സി റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്നില്ല എന്ന് എനിക്കറിയാം. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ക്ലിക്കിംഗ് ഓൺ ദാറ്റ് വൺ. ഓക്കെ, സോ നൗ ഐ എം ക്ലിക്കിംഗ് ഓൺ ദാറ്റ് വൺ ആൻഡ് this PC doesn't currently meet the Windows 11 requirement. I am getting one error. സോ എനിക്ക് ഒരു എറർ കിട്ടുകയാണ്. ഈ പി സി റിക്വയർമെൻറ്റ് കംപ്ലീറ്റ് ചെയ്തില്ല. അത് TPM വേർഷൻ 2ഉം അതുപോലെ തന്നെ പ്രൊസസ്സറും കമ്പാറ്റബിൾ അല്ല. സോ മൈ PC is TPM version 2 and processor is not compatible to upgrade to Windows 11. What we can do next is try the second option. അപ്പോൾ നമുക്ക് അടുത്ത സെക്കൻഡ് ഓപ്ഷൻ ട്രൈ ചെയ്ത് നോക്കാം. സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് നമുക്ക് ഇൻസ്റ്റാളേഷൻ മീഡിയ ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. വിൻഡോസ് 11 ഇൻസ്റ്റാളേഷൻ മീഡിയ പ്രത്യേകിച്ച് യു എസ് ബിയിൽ നിന്നൊക്കെ ബൂട്ട് ചെയ്ത് ഇൻസ്റ്റാളേഷൻ മീഡിയ ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. Second option is mainly for to create an installation media on USB drive. The familiar setup we have is ISO, to download the ISO file from Windows. That's what our traditional way of installing operating system. So let's try that one. The third option, we are selecting the third option. അപ്പോൾ നമ്മൾ third option ആണ് സെലക്ട് ചെയ്യുന്നത്. ട്രഡീഷണൽ ആയിട്ട് നമ്മൾ
വിൻഡോസിൻ്റെ ISO ഫയലാണ് ഡൗൺലോഡ് ചെയ്ത് ഒന്നില്ലെങ്കിൽ DVD-യിൽ ബേൺ ചെയ്ത് അല്ലെങ്കിൽ PC-യിൽ തന്നെ ISO മൗണ്ട് ചെയ്തിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യാറ് ട്രഡീഷണലായിട്ട്. അപ്പോൾ അതുപോലെ നമുക്ക് തേർഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. സോ ഐ എം ജസ്റ്റ് സെലക്ടിങ് ദ തേർഡ് ഓപ്ഷൻ. So in the third option also we are getting some requirement and details here. So I'm downloading the third option ISO file. Okay, so now the download is completed. So Windows 11 ISO file download is completed. Now let's mount it. Upon Windows 11 ISO നമുക്ക് PC-യിലേക്ക് mount ചെയ്യാം. And let's run it as an administrator ആയിട്ട് നമുക്കത് റൺ ചെയ്ത് നോക്കാം. Okay, so now install Windows 11. Okay, page came, so click on next to continue. So getting updates. So in this time, what you do, you just unplug your internet cable from the PC or laptop. Okay, so then it will be more faster. ഇപ്പോൾ നമ്മൾ PC-യിൽ നിന്നും നെറ്റ്വർക്ക് കേബിൾ ഇൻ്റർനെറ്റിൻ്റെ കേബിൾ PC-യിൽ നിന്നും ഇൻ്റർനെറ്റിൻ്റെ കേബിൾ ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് കഴിയുന്നതായിരിക്കും ഈ പ്രോസസ്സ്. അല്ലെങ്കിൽ അപ്ഡേറ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആയിരിക്കും ഇത് കഴിയുക. So again I am getting the message saying that PC doesn't currently meet Windows 11 system requirement. ഈ PC-യിൽ Windows 11 requirement മീറ്റ് ചെയ്യുന്നില്ല എന്ന ഒരു മെസ്സേജ് തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. So I am just closing that window also. So now I copy pasted one file to the PC. Okay, so now let's extract that one. I will show you that one. Okay, so the file is the file name is appraisers. ഇതിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത ഫയലിൻ്റെ പേര് എന്ന് പറയുന്നത് appraisers എന്ന് പറയുന്ന ഒരു ഫയലാണ്. അത് DLL ഫയലാണ്. So it's a DLL file. ഈ ഫയൽ നമ്മുടെ ഇൻസ്റ്റാളേഷൻ DVD-യിൽ ഉണ്ട്. ആ ഫയൽ DVD-യിൽ ഇരുന്നിട്ട് അതാണ് നമ്മളുടെ PC കമ്പാറ്റബിൾ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാളേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫയലിനെ നമ്മൾ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ചെക്കിങ് ഈ Windows 11 ഇൻസ്റ്റാൾ ചെയ്യാനുള്ള റിക്വയർമെൻറ്റ് ചെക്കിങ്ങിൽ നിന്നും നമ്മൾക്ക് രക്ഷ നേടാവുന്നതാണ്. So there are two ways we can modify this file. One is I will paste the link for this modified file. Whatever I modified, I'll put it in one Google Drive and I will give you the link to download that file. So you can download that file and replace the file in your downloaded image ഡയറക്ടറി. സോ ഞാൻ നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി മോഡിഫൈ ചെയ്ത ഫയൽ തരാം. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ഡൗൺലോഡ് ചെയ്ത ഈ വിൻഡോസ് ഈ ഇമേജിൻ്റെ ഡയറക്ടറിയിൽ പോയി അതിനെ ഫയലിനെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായി ചെയ്യാം. സോ ഐ വിൽ ഷോ യു ഹൗ വി ക്യാൻ മോഡിഫൈ ദിസ് ഫയൽ. സോ വി ഹാവ് ടു ഓപ്പൺ ദിസ് ഫയൽ യൂസിങ് നോട്ട് പാഡ്. സോ നമുക്ക് നോട്ട് പാഡ് വെച്ച് ഈ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് ഫൈൻഡ് ചെയ്യുക. ഫൈൻഡ് ചെയ്ത് TPM ആണ് ബ്ലോക്ക് ചെയ്യുന്നത്. TPM സെർച്ച് ചെയ്യുക. We have to remove all the entries. Then we have to save this as a new file. Then we have to replace it. So instead of doing that, we can just go and download the file whatever I am providing. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഫയലിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഡയറക്ടറിയിൽ വന്ന് റീപ്ലേസ് ചെയ്താൽ മതി. ഇനി ചിലവരുടെ PC-യിൽ ഈ നമുക്ക് മൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ Windows 7 മറ്റുമൊക്കെ ആണെങ്കിൽ മൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് WinRAR എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ISO ഫയലും നിന്നും ഫയലുകളെല്ലാം അതിൻ്റെ കണ്ടൻറ്റിൽ ഫയലുകളെല്ലാം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുവാൻ കഴിയും. So using WinRAR also, instead of mounting the file, you can extract the content of ISO file. So I'll show you here. Okay. So right now we are going to create one new folder in the D drive, not in C drive. Okay, in the D drive. അപ്പോൾ ഞാൻ D ഡ്രൈവിൽ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ഈ ISOയുടെ ഫയലുകളെല്ലാതും എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുവാനാണ് പോകുന്നത്. അപ്പോൾ ഇതിവിടെ നമുക്ക് ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുകയാണ്. Win11 എന്ന് പറയുന്ന ഒരു ഫോൾഡർ. സോ ഐ എം ക്രിയേറ്റിംഗ് വൺ ന്യൂ ഫോൾഡർ Win11 in D drive. Then I am going to extract this downloaded ISO file to that particular folder. Sorry, it is a G drive. Okay, it's in G drive. G drive-ലാണ്. Okay, എൻ്റെ PC-യിൽ അത് G drive-ലാണ്. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തു വെച്ച DLL ഫയൽ ഇപ്പോൾ ഞാൻ
പുതുതായിട്ടുണ്ടാക്കിയിരിക്കുന്ന എക്സ്ട്രാക്ട് ചെയ്ത് ആ ഫോൾഡറിലേക്ക് റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഐ എം ജസ്റ്റ് റീപ്ലേസിങ് ദ DLL file, edited DLL file in the newly created Win11 folder. I am going to sources folder and I am replacing that file there. And also in the G drive, in my case my G drive is the backup drive. So sometime when you are installing the new OS, maybe C drive will get corrupt, so we have to save all the important files in the G drive or D drive, so that we can something happen to the C drive, we can recover the file from the other drive. Okay, ചില സമയത്ത് നമ്മൾ പി സിയിൽ പുതിയ OS ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ C ഡ്രൈവ് കറപ്ഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ G ഡ്രൈവിലോ അല്ലെങ്കിൽ D ഡ്രൈവിലോ ഏത് ഡ്രൈവാണ്, C അല്ലാതെ ഏത് ഡ്രൈവാണ് ഉള്ളതെങ്കിൽ ഹാർഡ് ഡിസ്കിൽ നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് ഫയൽസ് എല്ലാതും കോപ്പി ചെയ്ത് സേവ് ചെയ്ത് വെക്കേണ്ടതാണ്. ഇപ്പോൾ ഞാൻ ഡെസ്ക് ടോപ്പിലുള്ളതും മൈ ഡോക്യുമെൻറ്റ്സിലുള്ളതും മൈ പിക്ചേഴ്സിലുള്ളതും അതുപോലെ തന്നെ C ഡ്രൈവിലുള്ള ഫയൽസ് എല്ലാതും കോപ്പി ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. So I am copying all the important files from the desktop and my picture, my document and download folder, and from the C drive also, whatever file important files are there, I am copying to the G drive, so that something happened to the C drive during the upgrade, I can go to the D drive and recover the important files. So then one more thing is required. We have to if we have the driver software backup, then we have to copy that one also to this backup, newly created backup folder. നിങ്ങളുടെ കയ്യിൽ പി സിയുടെ ഡ്രൈവർ, അതായത് നമ്മുടെ ഹാർഡ്വെയർ ഡ്രൈവേഴ്സിൻ്റെ പാക്കേജ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇതിലേക്ക് മാറ്റി വയ്ക്കേണ്ടതാണ്. പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫോൾഡറിലേക്ക് G ഡ്രൈവിലേക്ക് മാറ്റി വയ്ക്കേണ്ടതാണ്. So now let's try to run the setup file from the G drive. So in this case also, you disconnect your internet cable from the PC or laptop. ഈ കേസിലും നിങ്ങൾ ഈ സെറ്റപ്പ് റൺ ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ ഇൻ്റർനെറ്റ് കണക്ഷൻ പി സിയിൽ നിന്നും അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നിന്നും ഡിസ്കണക്ട് ചെയ്യുക. സോ നമുക്ക് G ഡ്രൈവിൽ നിന്നും സെറ്റപ്പ് ഫയൽ ഇപ്പോൾ റൺ ചെയ്ത് നോക്കാം. സോ എവറിത്തിങ് ഈസ് ഗെറ്റിംഗ് പാസ്. അപ്പോൾ ചെക്കിംഗ് എല്ലാം പാസ് ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇപ്പോൾ ഗെറ്റിംഗ് അപ്ഡേറ്റ്സ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. So now Windows 11 installation is in progress and the PC is getting restarted. So you can see in the screen. Okay, so yeah, now the installation finish and it's going for the new profile setup. So installation finish ചെയ്തിട്ട് പുതിയ പ്രൊഫൈൽ Windows 11 പ്രൊഫൈൽ സെറ്റപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. Yeah, now the installation has been finished. അപ്പോൾ ഇൻസ്റ്റലേഷൻ ഫിനിഷ് ആയിരിക്കുകയാണ്. ഇതാണ് നമ്മളുടെ Windows 11 സ്ക്രീൻ വരുന്നത്. So you can see the important files, whatever was there in the desktop and my document, picture and in C drive, whatever was there, everything is there. So no need to copy from the backup whatever we took earlier. നമ്മൾ മുന്നെടുത്ത ബാക്കപ്പിൽ നിന്നും ഒന്നും തിരിച്ചെടുക്കേണ്ടതായിട്ട് ആവശ്യമില്ല. എല്ലാ ഫയലുകളും എവിടെയാണ് ഉണ്ടായിരുന്നത് അവിടെ തന്നെ Windows 11 അപ്ഗ്രേഡിന് ശേഷവും അവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിന് ബാക്കപ്പിൽ നിന്നും പോയി തിരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. So if you are facing any issue related to any hardware driver, you can go to that backup driver folder and from there you can install the driver. നിങ്ങളുടെ ബാക്കപ്പ് ഡ്രൈവർ ഫോൾഡറിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ഹാർഡ്വെയർ ഡ്രൈവേഴ്സ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നിന്നും നിങ്ങൾക്ക് രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. സോ ലെറ്റ്സ് ട്രൈ ടു അപ്ഡേറ്റ് Windows 11 നൗ ടു സീ വെദർ എവറിത്തിങ് ഈസ് കറക്റ്റ് ആൻഡ് ഓതറൈസ്. സോ നമുക്ക് ഇപ്പോൾ Windows 11 ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കിയേക്കാം. എല്ലാം കറക്റ്റാണ്. മൈക്രോസോഫ്റ്റിൻ്റെ സൈറ്റുമായി കണക്ട് ചെയ്ത് എല്ലാതും നല്ല രീതിയിൽ ഡൗൺലോഡ് ചെയ്യുവാൻ, ഓതറൈസ്ഡ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കാം. സോ നൗ ദ അപ്ഡേറ്റ് ഈസ് ഗോയിങ് ഓൺ. ഇപ്പോൾ അപ്ഡേറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ അപ്ഡേറ്റ് 2 അപ്ഡേറ്റ് ഉണ്ടായിരുന്നു, അത് ഫിനിഷ് ആയിരിക്കുകയാണ്. സോ യുവർ പി സി ഈസ് നൗ അപ്ഡേറ്റഡ് എന്ന മെസ്സേജ് വന്നിരിക്കുകയാണ്. സോ നൗ യു ആർ ഗെറ്റിംഗ് ദ മെസ്സേജ് PC is updated. So our installation is finished right now. So please subscribe this channel. We will be doing other videos related to Windows 11. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് എല്ലാ അലർട്ടും എനേബിൾ ചെയ്യുക. നമ്മൾ വിൻഡോസ് 11ൻ്റെ കൂടുതൽ വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും.